ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു പുളിയിഞ്ചി ഉണ്ടാക്കിയല്ലോ. അതിനായിട്ടിതാ ഞാനിതാ ചട്ടിയിലിതാ പുളിയൊക്കെ പിഴിഞ്ഞ് അരിച്ചൊഴിച്ച് വെച്ചതാട്ടോ. അങ്ങനെ ഇതാ അടിയിൽ തീ കത്തുണ്ട്, നന്നായി തീ കത്തുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾ പുളിയിഞ്ചി ഉണ്ടാക്കിയിരുന്നത് ചട്ടിയിലായിരുന്നു, കലത്തിൽ അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. ഇപ്പൊക്കെ മാറി. അതിനതാ ശർക്കരപ്പാവ് ഒഴിക്കട്ടോ. അത് ശർക്കരപ്പാവൊക്കെ അരിച്ചൊഴിച്ചതാണ് കേട്ടോ. അതിലേക്ക് ഒഴിച്ചു. ഈ പുളിയിഞ്ചിക്ക് ഒരു വെറൈറ്റി ഉണ്ട്. ഇതിലേക്ക് തന്നെ നേരിട്ട് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടുകയല്ല ചെയ്യണത്, അത് വേറെ തരത്തിലാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ പുളിയിഞ്ചി അതിൻ്റെ ഇതിങ്ങനെ കുറുകി വന്നു കേട്ടോ. ഇതാ കണ്ടില്ലേ, നന്നായി കുറുകി വന്നു. ഇനി ഞാനിതാ ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലിതാ കടുക് പൊട്ടിച്ചു, ഉണക്കമുളകും പിന്നെ വേപ്പിൻ്റെ ഇല ഇതൊക്കെ കൂടിയിട്ട് 2 മണി ഉലുവട മണി ഇതൊക്കെ ഇട്ടിട്ട് വറവിടുകയാണ് കേട്ടോ ചെയ്യണത്. വറുത്തിട്ടതിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയ പച്ചമുളകാണ്, ചീനമുളകാണ് കേട്ടോ അരിഞ്ഞിട്ടണത്. പച്ചമുളകല്ല, ചീനമുളക് ഉണ്ടല്ലേ. ഇതൊക്കെ വറവിടണേലേക്കിട്ട് ഉണക്കമുളകും ഇതൊക്കെ ഇട്ട് ആക്കി അതിലേക്ക് ചീനമുളകും ഇഞ്ചി ഒക്കെ ഇടുക ചെയ്യണത് കേട്ടോ. ഇതാ ഇഞ്ചി അരിഞ്ഞത് ഇട്ടു. പിന്നെ ഇതാ ചീനമുളകാണ് കേട്ടോ, നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയ ചീനമുളകാണ്. പുളിയിഞ്ചിയിൽ ചീനമുളക് ഇട്ടാലാണ് സ്വാദ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ചീനമുളകൊക്കെ ചേർത്തു. എന്നിട്ട് നന്നായി ഇളക്കുകയാണ് കേട്ടോ ചെയ്യണത്. നന്നായി ഇളക്കി അതൊരു ഇത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം പൊടി ഇതൊക്കെ ചേർക്കുകയാണ്. അതിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കായം അത് ചേർത്തിട്ട് നന്നായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കായം പൊടി ചേർത്തു കേട്ടോ. ഇനി അത് നന്നായി വഴണ്ട് ഞാനിതാ ആ പുളിയിലേക്ക് ചേർത്തു കേട്ടോ. ഇനി അത് നന്നായി കുറുക്കുകയാണ് ചെയ്യണത്. അത് ഒഴിച്ചിട്ട് നന്നായി കുറുക്കി വരുമ്പോൾ പുളിയിഞ്ചി റെഡിയായി. അപ്പോൾ വറവിട്ടുണ്ട്, വേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും ഇട്ട് വറവിട്ടു. പിന്നെ ഇഞ്ചി, ചീനമുളക്, പിന്നെ കായം, ഒരു തരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് ചേർക്കണത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊക്കെ ഓണത്തിൻ്റെ ഇഞ്ചമ്പുളി ഉണ്ടാക്കി വെച്ചെങ്കിൽ ഒന്ന് കാണിച്ചു തരിക. എൻ്റെ ഇഞ്ചമ്പുളി റെഡി.